ആഗോളതലത്തിൽ വ്യവസായങ്ങൾ, ഗതാഗതം, സമ്പദ്‌വ്യവസ്ഥ എന്നിവയെ ശക്തിപ്പെടുത്തുന്ന ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ വിഭവങ്ങളിലൊന്നാണ് എണ്ണ. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അവരുടെ വലിയ എണ്ണശേഖരം കാരണം അവിശ്വസനീയമാംവിധം സമ്പന്നമായി മാറിയിരിക്കുന്നു. അറബിക്കടലിൽ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ കേരള തീരത്തിനടുത്തായി സമാനമായ എണ്ണശേഖരം കണ്ടെത്തിയെന്ന് സങ്കല്പിക്കുക. അത്തരമൊരു കണ്ടെത്തൽ ഇന്ത്യയുടെ സമ്പദ്‌വ്യവസ്ഥ, രാഷ്ട്രീയം, പരിസ്ഥിതി, സമൂഹം എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. ഇന്ത്യ എണ്ണയുടെ ലാർജസ്റ്റ് ഇമ്പോർട്ടറാണ്. ഉപയോഗിക്കുന്ന എണ്ണയുടെ 85% മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇതിന് ധാരാളം പണം ചെലവാകും. ഇന്ത്യയുടെ സ്വന്തം പ്രദേശത്ത് വൻതോതിലുള്ള എണ്ണശേഖരം കണ്ടെത്തിയാൽ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കുകയും അത്രയധികം എണ്ണ ഇറക്കുമതിയും ചെയ്യേണ്ടതില്ല. ഈ ലാഭിച്ച പണം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കാനാകും. കൂടാതെ സൗദി അറേബ്യ പോലെ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയും. എണ്ണ വിറ്റ് സമ്പാദിക്കുന്ന പണം ഇന്ത്യയിലേക്ക് വമ്പിച്ച സമ്പത്ത് കൊണ്ടുവരും. അത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ സർക്കാരിനെ അനുവദിക്കുകയും ചെയ്യും. മൊത്തത്തിൽ ഈ കണ്ടെത്തൽ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കും. ഇത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റും. എണ്ണ കണ്ടെത്തുന്നത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. എണ്ണ കുഴിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും വിൽക്കുന്നതിനും തൊഴിലാളികളെ ആവശ്യമുണ്ടാകും. നിർമ്മാണ ഉപകരണങ്ങൾ, റോഡുകൾ നിർമ്മിക്കൽ, സാധനങ്ങൾ വിതരണം ചെയ്യൽ തുടങ്ങിയ എണ്ണ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന വ്യവസായങ്ങളും വളരും. വിനോദസഞ്ചാരത്തിലും കൃഷിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കേരളം അതിലെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു വ്യവസായ കേന്ദ്രമായി മാറും. തൊഴിലില്ലായ്മ കുറയ്ക്കാൻ ഈ തൊഴിലുകളുടെ കുത്തൊഴുക്ക് സഹായിക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്. ഇത് മികച്ച ശമ്പളമുള്ള ജോലികളിലേക്ക് നയിക്കും. അത് നിരവധി കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും. ആളുകൾ ജോലി തേടി അവിടേക്ക് പോകുമ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ ചുറ്റുമുള്ള നഗരം വളരും. വലിയ എണ്ണശേഖരം കണ്ടെത്തുന്നത് ഈ ലാഭകരമായ വ്യവസായത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികളെയും നിക്ഷേപകരെയും ആകർഷിക്കും. ലോകമെമ്പാടുമുള്ള എണ്ണ കമ്പനികൾ വിദേശ പണവും സാങ്കേതിക വിദ്യയും കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കും. ഇത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പങ്കാളിത്തം സൃഷ്ടിക്കുകയും ചെയ്യും. വിദേശ നിക്ഷേപങ്ങൾ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും എണ്ണ മേഖലയിൽ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യയെ കാര്യക്ഷമമായി എണ്ണ വേർതിരിച്ചെടുക്കാനും വിൽക്കാനും സഹായിക്കും. പെട്രോ കെമിക്കൽസ്, ഊർജ്ജ ഉൽപാദനം തുടങ്ങിയ എണ്ണയുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസായങ്ങളുടെ വികസനത്തിനും ഇത് ഇടയാക്കും. ഇന്ത്യ ഒരു ഊർജ്ജ കേന്ദ്രമായി മാറും. ഇപ്പോൾ സൗദി അറേബ്യയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ ഊർജ്ജ സൂപ്പർ പവറുകളായി അറിയപ്പെടുന്നു. കാരണം അവർ വലിയ അളവിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യ സമാനമായ എണ്ണശേഖരം കണ്ടെത്തിയാൽ ഈ ശക്തമായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ചേരും. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനം നൽകും. കാരണം ഊർജ്ജ സുരക്ഷ എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമാണ്. ഇറക്കുമതി ചെയ്ത എണ്ണയെ ആശ്രയിക്കുന്ന ചൈന, ജപ്പാൻ, പല യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയും പ്രധാന എണ്ണ വിതരണക്കാരനായി ഇന്ത്യയെ നോക്കും. ഇത് അന്താരാഷ്ട്ര ചർച്ചകളിലും വ്യാപാരത്തിലും ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തും. രാഷ്ട്രീയ പിന്തുണയ്ക്ക് പകരമായി അനുകൂലമായ വ്യാപാര ഇടപാടുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായി ശക്തമായ സഖ്യം കെട്ടിപ്പടുക്കാൻ ഇന്ത്യക്ക് അതിന്റെ എണ്ണ വിഭവങ്ങൾ ഉപയോഗിക്കാം. നിലവിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഇറാഖ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. ഇന്ത്യ സ്വന്തം വലിയ എണ്ണശേഖരം കണ്ടെത്തിയാൽ എണ്ണയ്ക്കായി ഈ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള അധികാര സന്തുലിതാവസ്ഥയെ മാറ്റും. ആഗോള എണ്ണ വിപണിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായി മത്സരിച്ചേക്കാം. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അവരുടെ സ്വാധീനം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ ധാരാളം ഇന്ത്യൻ തൊഴിലാളികൾ കാരണം മിഡിൽ ഈസ്റ്റുമായുള്ള ഇന്ത്യയുടെ ബന്ധം സുപ്രധാനമായി നിലനിൽക്കും. ഇന്ത്യയിൽ എണ്ണയുടെ കണ്ടെത്തൽ ഊർജ്ജ ഉൽപാദനത്തിലും സാങ്കേതിക വിദ്യയിലും സംയുക്ത സംരംഭങ്ങൾ പോലുള്ള സഹകരണത്തിന്റെ പുതിയ രൂപങ്ങളിലേക്ക് നയിച്ചേക്കാം. എണ്ണയുടെ കണ്ടെത്തൽ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ നേതൃപരമായ പങ്ക് വർദ്ധിപ്പിക്കും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങൾക്ക് മറ്റ് വിതരണക്കാരിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയുടെ എണ്ണ ഉൽപാദനത്തിൽ നിന്ന് പ്രയോജനം നേടാം. ഈ രാജ്യങ്ങളുമായി ശക്തമായ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധം കെട്ടിപ്പടുക്കുന്നതിനും മേഖലയിൽ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യക്ക് ഈ ഊർജ്ജ ഇടപാടുകൾ ഉപയോഗിക്കാനാകും. എണ്ണയുടെ കണ്ടെത്തൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും, പക്ഷേ അത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാക്കും. സമുദ്രത്തിൽ നിന്ന്
എണ്ണ വേർതിരിച്ചെടുക്കുന്നത് കടലിന്റെ അടിത്തട്ടിലേക്ക് ആഴത്തിൽ തുരക്കുന്നതാണ്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തും. ഗതാഗത സമയത്ത് എണ്ണ ചോർച്ച അല്ലെങ്കിൽ ഡ്രില്ലിംഗ് സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ മത്സ്യം, പവിഴപ്പുറ്റുകൾ, കടൽ പക്ഷികൾ എന്നിവയുൾപ്പെടെയുള്ള സമുദ്രജീവികൾക്ക് ദോഷം ചെയ്യും. കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ അവയുടെ പ്രകൃതി സൗന്ദര്യത്തിനും ജൈവ വൈവിധ്യത്തിനും പേരുകേട്ടതാണ്. സംസ്ഥാനത്തിന്റെ കായൽ, ബീച്ചുകൾ, വനങ്ങൾ എന്നിവ തനതായ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്. കൂടാതെ നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. എണ്ണ അടിസ്ഥാനമായ സൗകര്യങ്ങളുടെ വിപുലീകരണം മലിനീകരണത്തിനും വനനശീകരണത്തിനും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിനും ഇടയാക്കും. ഇത് കേരളത്തിന്റെ പരിസ്ഥിതിക്കും ടൂറിസം വ്യവസായത്തിനും ഭീഷണിയാകും. കത്തുന്ന എണ്ണ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നു. ഇന്ത്യ എണ്ണ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിച്ചാൽ അത് ഉയർന്ന കാർബൺ ഡയോക്സൈഡ് എമിഷന് കാരണമാകും. പാരീസ് ഉടമ്പടി പോലെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ഹരിതഗൃഹ വാതക എമിഷൻ കുറയ്ക്കുന്നതിനുള്ള കാലാവസ്ഥാ ലക്ഷ്യങ്ങളും പ്രതിബദ്ധതകളും നിറവേറ്റാൻ ഇന്ത്യയെ അത് ബുദ്ധിമുട്ടിലാക്കും. ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് സൗരോർജം, കാറ്റ്, ജലവൈദ്യുത ഊർജം തുടങ്ങിയ ശുദ്ധമായ ഊർജ സ്രോതസ്സിലേക്ക് മാറാനുള്ള ശ്രമങ്ങളുമായി ഇന്ത്യ അതിൻ്റെ പുതിയ എണ്ണ സമ്പത്ത് സന്തുലിതമാക്കേണ്ടതുണ്ട്. എണ്ണ ഉൽപ്പാദനം പരിസ്ഥിതിക്ക് മാറ്റാനാവാത്ത നാശമുണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കർശനമായ പാരിസ്ഥിതിക ചട്ടങ്ങളും സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട്. കേരള തീരത്ത് താമസിക്കുന്ന നിരവധി ആളുകൾ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. മത്സ്യബന്ധന സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയോ ജലം മലിനമാക്കുകയോ ചെയ്തുകൊണ്ട് എണ്ണ പരിവേഷണവും ഉൽപ്പാദനവും മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. പാരിസ്ഥിതിക നാശം മൂലം മത്സ്യങ്ങളുടെ എണ്ണം കുറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ പ്രധാന വരുമാന മാർഗം നഷ്ടപ്പെടും. എണ്ണ വ്യവസായം സൃഷ്ടിക്കുന്ന സാമ്പത്തിക അവസരങ്ങളിൽ നിന്ന് അവർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തീരദേശ സമൂഹങ്ങളുടെ അവകാശങ്ങളും ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട വരുമാനത്തിന് നഷ്ടപരിഹാരം നൽകൽ, എണ്ണ വ്യവസായത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, സുസ്ഥിര മത്സ്യബന്ധന രീതികളിൽ നിക്ഷേപം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എണ്ണയുടെ കണ്ടെത്തൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ജോലിക്കായി ഈ പ്രദേശങ്ങളിലേക്ക് മാറുമ്പോൾ പുതിയ നഗരങ്ങളും പട്ടണങ്ങളും ഉയർന്നു വരും. ഇത് ജനപ്പെരുപ്പം, പാർപ്പിടത്തിനുള്ള ആവശ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങിയ പൊതുസേവനങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇടയാക്കും. നഗരവൽക്കരണത്തിന് സാമ്പത്തിക അവസരങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിലും ഇത് അസമത്വം, കുറ്റകൃത്യം, പരമ്പരാഗത സമൂഹങ്ങളുടെ തകർച്ച തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളിലേക്കും നയിച്ചേക്കാം. ഈ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിന് എണ്ണ കുതിച്ചുചാട്ടത്തിൽ നിന്ന് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ സൂക്ഷ്മമായ ആസൂത്രണവും നിക്ഷേപവും ആവശ്യമാണ്. എണ്ണ സമ്പത്ത് നിരവധി ഇന്ത്യക്കാരുടെ ജീവിത നിലവാരത്തിൽ ഗണ്യമായ പുരോഗതി കൈവരുത്തും. ഉയർന്ന ശമ്പളമുള്ള ജോലികൾ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുസേവനങ്ങളിലേക്കുള്ള വർദ്ധിച്ച പ്രവേശനം എന്നിവ മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഉയർത്തും. ദാരിദ്ര്യവും അസമത്വവും കുറയ്ക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹികക്ഷേമ പദ്ധതികൾ എന്നിവയിൽ നിക്ഷേപിക്കാൻ ഗവൺമെന്റിന് എണ്ണ വരുമാനം ഉപയോഗിക്കാം. എന്നിരുന്നാലും എണ്ണയിൽ നിന്നുള്ള സമ്പത്ത് കുറച്ചു പേരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇത് വലിയ വരുമാന അസമത്വത്തിലേക്ക് നയിക്കുന്നു. എണ്ണയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ന്യായമായി പങ്കിടുന്നുവെന്ന് ഉറപ്പാക്കുന്നത് നയരൂപകർത്താക്കൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. കേരളവും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോൾ സാംസ്കാരിക മാറ്റങ്ങൾ പിന്തുടരാൻ സാധ്യതയുണ്ട്. ആളുകൾ ജോലി തേടി നഗരങ്ങളിലേക്ക് മാറുമ്പോൾ പരമ്പരാഗത ജീവിത രീതികൾ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ തടസ്സപ്പെട്ടേക്കാം. ആഗോള കോർപ്പറേഷനുകളുടെയും വിദേശ നിക്ഷേപകരുടെയും സ്വാധീനം പുതിയ ആശയങ്ങൾ, ജീവിത രീതികൾ, ഉപഭോക്തൃ ശീലങ്ങൾ എന്നിവ കൊണ്ടുവരും. ഇത് പ്രാദേശിക സംസ്കാരങ്ങളിൽ ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്നു. പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആധുനികവൽക്കരണം സ്വീകരിക്കുന്നതിനും ഇടയിൽ പിരിമുറുക്കം സൃഷ്ടിച്ചേക്കാം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ അവസരങ്ങളോടും വെല്ലുവിളികളോടും പൊരുത്തപ്പെട്ടുകൊണ്ട് സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള വഴികൾ കണ്ടെത്തേണ്ടത് സർക്കാരും സമൂഹങ്ങൾക്കും പ്രധാനമാണ്. അറബിക്കടലിൽ വലിയ എണ്ണശേഖരം കണ്ടെത്തുന്നത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ കൂടുതൽ മൂല്യവത്തായതും ഭീഷണികൾക്ക് ഇരയാക്കുന്നതുമാണ്. ഈ എണ്ണപ്പാടങ്ങൾ, പൈപ്പ് ലൈനുകൾ, റിഫൈനറികൾ എന്നിവ സംരക്ഷിക്കുന്നതിന് അറബിക്കടലിൽ ശക്തമായ നാവിക സാന്നിധ്യം ആവശ്യമാണ്. കടൽ കൊള്ള, തീവ്രവാദം, വിദേശ ഇടപെടൽ തുടങ്ങിയ സാധ്യതയുള്ള ഭീഷണികളിൽ നിന്ന് ഊർജ്ജ സ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ നാവികസേനയ്ക്ക് അതിന്റെ കഴിവുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യം പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് പുതിയ നാവിക താവളങ്ങൾ വികസിപ്പിക്കുന്നതിനും മറ്റ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താൽപ്പര്യമുള്ള രാജ്യങ്ങളുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. ഊർജ്ജ സുരക്ഷ ദേശീയ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഇന്ത്യ ഒരു പ്രധാന എണ്ണ ഉൽപാദക കേന്ദ്രമായി മാറുമ്പോൾ ആഭ്യന്തരമായും അന്തർദേശീയമായും അത്
അതിന്റെ ഊർജ്ജ വിതരണ ശൃംഖല സുരക്ഷിതമാക്കേണ്ടതുണ്ട്. ഷിപ്പിംഗ് റൂട്ടുകൾ, എണ്ണ ടാങ്കറുകൾ, റിഫൈനറികൾ എന്നിവയെ ആക്രമണങ്ങളിൽ നിന്നോ തടസ്സങ്ങളിൽ നിന്നോ സംരക്ഷിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ആഗോള ഊർജ്ജ വിപണിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനും കഴിയും. ഉദാഹരണത്തിന് എണ്ണ കയറ്റുമതി സംരക്ഷിക്കുന്നതിനായി ഹോർമുസ് കടലിടുക്ക് അല്ലെങ്കിൽ ഏദൻ ഉൾക്കടൽ പോലുള്ള പ്രധാന സമുദ്രപാതകളിൽ പട്രോളിംഗ് നടത്താൻ ഇന്ത്യ അന്താരാഷ്ട്ര സഖ്യങ്ങളിൽ ചേരാം. എണ്ണ സമ്പത്ത് ആഗോളതലത്തിൽ ഇന്ത്യക്ക് കൂടുതൽ നയതന്ത്ര സ്വാധീനം നൽകും. വലിയ എണ്ണ ശേഖരം നിയന്ത്രിക്കുന്നതിലൂടെ മറ്റു രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിന് ഊർജ്ജ നയതന്ത്രം ഇന്ത്യക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് അന്താരാഷ്ട്ര ഫോറങ്ങളിലെ രാഷ്ട്രീയ പിന്തുണയ്ക്ക് പകരമായി ഇന്ത്യക്ക് ആഫ്രിക്കയിലോ തെക്ക് കിഴക്കൻ ഏഷ്യയിലോ ഉള്ള വികസ്വര രാജ്യങ്ങൾക്ക് അനുകൂലമായ എണ്ണ വ്യാപാര ഇടപാടുകൾ വാഗ്ദാനം ചെയ്യാൻ കഴിയും. ഇത് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കും. അതായത് സൈനിക ശക്തിയേക്കാൾ നയതന്ത്രത്തിലൂടെയും സംസ്കാരത്തിലൂടെയും മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ്. ഊർജ്ജ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക വികസനം എന്നിവയിൽ നയങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ആഗോള ഊർജ്ജ ചർച്ചകളിൽ ഇന്ത്യ ഒരു പ്രധാന പ്ലെയറാകും. ഇന്ത്യയുടെ തീരത്ത് സൗദി അറേബ്യയിലേതിന് സമാനമായ എണ്ണ ശേഖരണം കണ്ടെത്തുന്നത് രാജ്യത്തിന് ഒരു പരിവർത്തന സംഭവമായിരിക്കും. സാമ്പത്തികമായി അത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ നിരയിലേക്ക് നയിക്കുകയും ഇറക്കുമതി ചെയ്ത എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ വ്യവസായങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും. രാഷ്ട്രീയമായി ഇത് ആഗോളതലത്തിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം നൽകുകയും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിൽ കൂടുതൽ പ്രധാന പങ്ക് വഹിക്കാൻ അനുവദിക്കുകയും ചെയ്യും. എന്നിരുന്നാലും കണ്ടെത്തൽ കാര്യമായ വെല്ലുവിളികളും കൊണ്ടുവരും. പാരിസ്ഥിതിക നാശം, സാമൂഹിക അസമത്വം, സാംസ്കാരിക വ്യതിയാനങ്ങൾ എന്നിവ എണ്ണ സമ്പത്തിന്റെ നേട്ടങ്ങൾ എല്ലാവരും പങ്കിടുന്നുവെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സാമ്പത്തിക വളർച്ചയെ സുസ്ഥിരത, സാമൂഹിക ക്ഷേമം, ശുദ്ധമായ ഊർജ്ജത്തിൽ നിക്ഷേപിക്കുക, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന്റെ പ്രതികൂല ഫലങ്ങളിൽ നിന്ന് ദുർബലരായ സമൂഹങ്ങളെ രക്ഷിക്കുക എന്നിവ സർക്കാരിന് ആവശ്യമാണ്. അവസാനം അറബിക്കടലിൽ എണ്ണ ശേഖരം കണ്ടെത്തുന്നത് ഇന്ത്യക്ക് അവിശ്വസനീയമായ അവസരങ്ങളും സങ്കീർണമായ വെല്ലുവിളികളും നൽകും. കൃത്യമായ ആസൂത്രണവും ഉത്തരവാദിത്തപൂർണവും ഉപയോഗിച്ച് വരും തലമുറകൾക്ക് സമ്പന്നമായൊരു ഭാവി സുരക്ഷിതമാക്കാൻ ഇന്ത്യക്ക് ഈ വിഭവം ഉപയോഗിക്കാനാകും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ വീഡിയോ ലൈക്കും ചെയ്യുക. ബൈ.